വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എളുപ്പം വെള്ളം കലങ്ങാതെയും വെള്ളം കളയാതെയും അഴുക്ക് മാത്രമായിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പം ഇത് 3/4 ഇഞ്ചിൻ്റെ 1 മീറ്റർ പൈപ്പാണിത്. അപ്പോൾ ആ പൈപ്പിൻ്റെ അറ്റത്ത് ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി മുറിച്ചിട്ട് അതിൻ്റെ ആ ചോർപ്പ് പോലുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഈ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഏറ് കയറരുത്, അതേ രീതിയിലാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ പൈപ്പ് കണ്ട ഇവിടുന്ന് ഇതിന് സൂട്ടാവുന്ന ഈ നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാൻ എടുക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഏറ് കയറാത്ത രീതിയിൽ എടുക്കണം. അതൊരു ടാങ്കിൽ നിന്ന് താഴത്തേക്ക് വെള്ളം പോകേണ്ട അത്രയും നീളത്തിൽ മതി ആ പൈപ്പ്. അതിങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കണ്ട പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇത്രയും സാധനം മതി. നമുക്ക് ഒരു പ്രാവശ്യം മേടിച്ചാൽ നമുക്ക് എന്നും കഴുകാൻ ഉപയോഗിക്കാൻ പറ്റും. കണ്ട അപ്പാട് 1 മീറ്റർ PVC പൈപ്പും ഇത്രയും നമ്മൾ നനയ്ക്കണ പൈപ്പും ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി മുറിച്ചതും ഇൻസുലേഷൻ ടേപ്പ് ഇത്രയും മതി. നമുക്ക് ഏക്കാലവും നമുക്ക് ടാങ്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ കഴുകണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഈ ടാങ്കിൻ്റെ ഉള്ളിൽ അഴുക്ക് കണ്ട, നിങ്ങളൊന്ന് ക്ലിയറായിട്ട് നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് കണ്ട, ടാങ്കിൻ്റെ ഉള്ളിൽ അഴുക്ക്. ഇപ്പം വേഗം ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇനി ഇത് ടാങ്കിൽ ഇതിനകത്തോട്ട് കണ്ട ഒരു അറ്റം പൊക്കി പിടിച്ചുകൊണ്ട് ഈ ചോർപ്പ് ഒഴി വെള്ളം അകത്തേക്ക് ഒഴിച്ച് ഈ പൈപ്പ് നിറയ്ക്കണം. നമ്മൾ നിറച്ചതിന് ശേഷമാണ് ഈ ചെറിയ പൈപ്പിൻ്റെ അറ്റം പൊത്തിപ്പിടിക്കണം. ഈ അറ്റം ഇങ്ങനെയായിട്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അപ്പോൾ അത് ഞാൻ കുളിച്ച് പൊത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ടാങ്കിലേക്ക് പതിയെ ഇട്ട് കൊടുക്കണം. കാണിച്ചു തരാം. പതിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കേട്ടോ, പതിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുണ്ട് ഓരോ അറ്റത്ത് ഇട്ട് ഈ പൈപ്പ് താഴത്തേക്ക് ഇടണം. കണ്ട താഴത്തേക്ക് ഇടണം. താഴത്തേക്ക് ഇടുമ്പോൾ വരുന്ന അഴുക്ക് വെള്ളം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത് അടിയിൽ വെള്ളം കലങ്ങാതെ ഉണ്ട്. ഈ വെള്ളം ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കലങ്ങാതെ കിടക്കുകയാണ്. ക്ലീൻ വെള്ളമാണ്. അപ്പം ഇനി ഇത് കഴുകുമ്പോൾ വരുന്ന അഴുക്ക് കാണിച്ചു തരാം. കണ്ടോ, ടാങ്കിലെ ചെളിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന പൈപ്പ് വഴി. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് ഇട്ടേക്കുന്ന പൈപ്പിൽ കൂടെ കണ്ടോ വന്നുകൊണ്ടിരിക്കുന്ന ചെളി കണ്ടോ. കണ്ടോ, ടാങ്കിലെ വെള്ളമൊട്ട് കലങ്ങത്തുമില്ല. കാണിച്ചു തരാം, ചെളി പോരുന്ന കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഏറ്റം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ടാങ്ക് കലങ്ങത്തുമില്ല. ടാങ്കിലെ വെള്ളം കണ്ടാൽ കിടക്കണം, നല്ല ഇപ്പോഴും കലങ്ങാതെ കിടക്കണണ്ട. എന്നിട്ട് എനിക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. കണ്ടോ, ടാങ്കിൻ്റെ അകത്ത് നിറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, അതേ ഒരേറ്റം പൈപ്പ് ഇങ്ങനെ ഓടി നടക്കുക. കണ്ടോ, എനിക്കത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. കണ്ടോ, അതേ വലിച്ചെടുക്കുന്ന കണ്ടോ, കാണാമോ? ഇങ്ങനെ വലിച്ചെടുക്കുക. കുപ്പി മുറിച്ചതിനകത്തുകൂടി ഇത് വലിച്ച് പുറത്തേക്ക് കളയുന്നത് കണ്ടോ. ഏറൊട്ടും വരാൻ പാടില്ല കേട്ടോ. ഞങ്ങളിപ്പം 2 പ്രാവശ്യം ഇട്ട് വന്നപ്പം വേറൊരു ടാങ്ക് കഴിയായിരുന്നു. അപ്പോൾ ഏറിങ്ങനെ ആ ഇൻസുലേഷൻ ടേപ്പ് വഴി കയറിയിട്ട് ഇതുപോലെ പുറത്തേക്ക് പോകണില്ല. പിന്നെ തന്നെയല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വശം ഇല്ലേ, നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടുന്നതിൻ്റെ ഈ വശം വളഞ്ഞ് അതിൻ്റെ ടൈറ്റ് ആവരുത്. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഒട്ടിപ്പോയെന്ന് പിന്നെ നമുക്ക് കണ്ട ഈ വശമില്ലേ, ഇത് വളഞ്ഞൊട്ടിപ്പോകരുത്. ഒട്ടിപ്പോയെന്നാൽ പവറിൽ വരത്തില്ല. പവറിൽ പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ അഴുക്ക് പോകുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ വളഞ്ഞു ചതഞ്ഞ് പോകരുത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ടാങ്ക് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണമെന്ന് നോക്കി കണ്ട, അല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഇതാണ് കണ്ട, ഈ വശമാണ് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അഴുക്കാണി കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കലങ്ങണമില്ല. കണ്ടോ, ഇങ്ങനെ കണ്ട വലിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും, അത് പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങളെയൊന്നും ആശ്രയിക്കാതെ തന്നെ ടാങ്ക് ഇപ്പോൾ ഈ കൂലിക്കൊക്കെ നിർത്തുന്നവരാണെങ്കിലും നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇത് കണ്ടോ, ഇതൊരു ട്രിക്കാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.
കണ്ടോ, അനങ്ങുന്നുണ്ടെങ്കിലും വെള്ളം കലങ്ങുന്നില്ല. കണ്ടോ, നമ്മൾ ഈ പൈപ്പ് കൊണ്ട് പുറത്തേക്ക് വെള്ളം പോകുന്നുണ്ടെങ്കിൽ അഴുക്കുമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ വെള്ളം കലങ്ങുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാം കൊണ്ടും നല്ലത് തന്നെ. നമ്മളൊരു ടാങ്ക് വെള്ളം കളഞ്ഞിട്ടൊന്നും ടാങ്ക് കഴുകണ്ട. എന്താ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ വെള്ളത്തിന് പൈസ കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ വെള്ളം പോകുമ്പോൾ അത്രയും പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതാകുമ്പോൾ ഒരു നഷ്ടവും ഇല്ല. നല്ല രീതിയിൽ തന്നെ ടാങ്ക് കഴുകിയെടുക്കാൻ പറ്റും. എപ്പോഴും കഴുകാം, നമുക്ക് ഒത്തിരി അഴുക്കാകാൻ നിൽക്കേണ്ട. അപ്പം നമ്മുടെ പണിയായുധം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പണിയായുധം, ടാങ്ക് ക്ലീനിങ്ങിൻ്റെ പണിയായുധം. ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഒട്ടിച്ച് വെച്ചു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലീൻ ചെയ്ത് എത്ര ക്ലീനായെന്ന് നോക്കിയേ ടാങ്ക്. കണ്ട, പിന്നെ ആ കുറച്ച് പാട് കാണുന്നതൊക്കെ ഞങ്ങൾ കുറേ കാലം താമസമില്ലായിരുന്നു ഇവിടെ. അപ്പോഴത്തേക്കിന് കറ പിടിച്ച പാടാണ് കേട്ടോ. ബാക്കിയെല്ലാം പക്കയായി, നമുക്ക് വെള്ളവും കലങ്ങിയിട്ടില്ല നോക്കി. ഓക്കെ, ചെളിവെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ചെളിവെള്ളം കണ്ടോ, ഇത്രയും ചെളി ടാങ്കിലുണ്ടായിരുന്നു. കണ്ടോ, അതുകൊണ്ടിരിക്കുന്നത് കണ്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ബക്കറ്റിൽ പിടിച്ചത്. നമ്മൾ താഴത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി പൈപ്പ്, അപ്പോൾ താഴെ ഇങ്ങനെ പൊക്കോളും. മറ്റേ ടാങ്ക് കഴുകി അഴുക്കായി കിടക്കുന്നതൊക്കെ. അങ്ങനെ 2 ടാങ്ക് ഞങ്ങൾ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ്. അതിപ്പം അതിൻ്റെ ട്യൂബ് നമുക്ക് ഈ ടാങ്കിൽ നിന്ന് താഴെ എത്താനുള്ള വലിപ്പം മതി. പിന്നെ വീടിൻ്റെ മുകളിലോട്ടോ വെളിയിലോട്ടോ ഇട്ടാൽ അത് വെള്ളം താഴെ പൊക്കോളും. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കണ്ട. അപ്പോൾ നിങ്ങൾ ചാനൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.